എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ 2-3 വീക്സ് ആയിട്ട് കൊറേ ന്യൂസ് ഉണ്ടെന്ന് അല്ലേ, ലൈക്ക് ന്യൂസ് അല്ല കുറെ കൊറേ സാധനങ്ങൾ ന്യൂസ് അല്ല, ശരി അല്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഈവൻ സിലിക്കൺ വാലി ആസ് എ പ്ലേസ് കുറെ ഇന്ത്യൻ ആൾക്കാരെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറെ ഇന്ത്യൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നു കുറച്ച് ബാഡ് ആയിട്ടാണോ പോർട്രേ ചെയ്യുന്നത്, ഗുഡ് ആയിട്ടാണോ പോർട്രേ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എനിവേസ്, വെൽക്കം ടു ദിസ് ന്യൂ എപ്പിസോഡ്. അപ്പൊ എന്റെ കൂടെ അരവിന്ദും അർണും ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഇച്ചിരി എന്തൊക്കെയാണ് ഹോട്ടായിട്ട് നടന്നതെന്നൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ നീ ചിരിച്ച് ഹോട്ടെന്ന് ഉദ്ദേശിച്ച് മറ്റേ ഹോട്ടല്ല. അപ്പം എന്തോ എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയ റിലേറ്റ് അല്ല, പക്ഷെ കൊറേ നീ മറ്റേ സോഹമിനെ കുറിച്ച് എനിക്ക് ലൈക്ക് എന്താ നിങ്ങളുടെ എന്താ കണ്ടായിരുന്നു. ബേസിക്കലി എന്താ സോഹം കുറെ സ്ഥലത്ത് ജോലി ചെയ്തു. ലൈക്ക് അറ്റ് എ ടൈം അല്ല, നിങ്ങളുടെ എന്താ ഒരു അഭിപ്രായം? നിങ്ങൾ അത് ന്യൂസ് കണ്ടപ്പോ എന്തുവായിരുന്നു? അതിനകത്ത് ഫേവറബിൾ ആയിരുന്നോ അതോ എന്തുവായിരുന്നു? എനിക്കത് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ബിക്കോസ് നമ്മൾ അതല്ലടാ, ലൈക്ക് എല്ലാരും മറ്റേ ഹാക്ക് സിസ്റ്റം ചെയ്യുന്നതാ. അപ്പം ആസ് ലോങ് ആസ് അവര് മറ്റേ എന്തോ IP ഒന്നും വേറെ ഒരു കമ്പനിയുടെ IP വേറെ ഒരു കമ്പനിയുടെ അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ സ്റ്റീൽ ചെയ്തൊന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് കൊടുത്തേക്കുന്ന ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ജോലി പക്ഷെ കുറെ പേര് അതിനെ കുറിച്ച് മറ്റേ എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങിയത് തന്നെ മറ്റൊരു ഇന്ത്യൻ സുഹേൽ എന്ന് പറഞ്ഞൊരു ആള് ഒരു വലിയ ലോങ് പോസ്റ്റ് ഇട്ടു, ഇവൻ കള്ളനാണ്, ഇവന് ജോലി കൊടുക്കാൻ പാടില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഇൻവെസ്റ്റർ തന്നെ മൾട്ടിപ്പിൾ കമ്പനീസിന് ഇൻവെസ്റ്റ് അത് തന്നെ ഞാൻ അതൊക്കെ ചെയ്യുന്നതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സുഹേൽ എന്ന് പറഞ്ഞ ആള് തന്നെ കുറെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൻ നമ്മളെ കുറിച്ച് അത് ശരിയാന്നല്ല ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡിപ്ലോമാറ്റിക് അല്ല ഞാൻ പറഞ്ഞത്. അത് ശരിയല്ല, ശരിയാണ്. അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ചിന്തിക്കാം എന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് ആസ് ലോങ് ആസ് ചിലപ്പോ ഇപ്പൊ ഒരു എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്യുക, ഞാൻ വേറെ കമ്പനി വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഞാൻ സൈൻ ചെയ്തിട്ട് പിന്നെ വേറെ കമ്പനി വർക്ക് ചെയ്യുന്നത് അത് ശരിയല്ല. പക്ഷെ അങ്ങനെ ഒരു അഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അല്ല, ഈ കേസിൽ അത് കാണത്തില്ലേ, ലൈക്ക് ഫുൾ ടൈം എംപ്ലോയീസ് ആണല്ലോ. അല്ല, ഇതിപ്പം പുള്ളി എനിക്കറിയത്തില്ല, പുള്ളി ഇന്ത്യന്നാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. US ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുത്തെ റൂൾസും ലോസും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് എന്തോ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ചെറുക്കൻ അവന്റെ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവന് ഓൾമോസ്റ്റ് എല്ലാ ഹെവി ടെക് സ്റ്റാർട്ടപ്സിലെ ലിറ്ററലി ഫൗണ്ടിങ് എഞ്ചിനീയർ ആയിട്ട് പൊസിഷൻ എടുത്ത പൊസിഷനിലായിരുന്നു. സ്മാർട്ടായിരുന്നു. ആൻഡ് നോ വൺ ഹാസ് കംപ്ലൈൻഡ് അബൌട്ട് ഹിസ് ടെക്നിക്കൽ എബിലിറ്റീസ്. അപ്പം എനിക്ക് അവൻ അങ്ങനെ ജോലി ചെയ്തപ്പോ എനിക്ക് തോന്നി വാവ്, ലൈക്ക് വണ്ടർഫുൾ മാൻ. ലൈക്ക് എന്ന് വെച്ചാൽ ലൈക്ക് ബേസിക്കലി അതും നമുക്ക് പേര് കേട്ട കുറെ വലിയ വലിയ AI കമ്പനീസിന്റെ കോർ എഞ്ചിനീയർ ആയിരുന്നു. കോർ പാർട്ട് അവര് കണ്ടുപിടിക്കാനുള്ള ഇത് കണ്ടുപിടിച്ചത് ബേസിക്കലി അവൻ ചില കോൾസിലൊന്നും അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെയാണ് ഇവന്റെ ഈ ഒരു സാധനം കണ്ടുപിടിച്ചത്. എന്ന് വെച്ചാൽ ടെക്നിക്കലി ഹി ഹാസ് ബീൻ ഡൂയിങ് ദിസ് ഫോർ എ ലോങ് ടൈം ആൻഡ് ദ മണി പെർസ്പെക്ടീവ് ഇസ് വാട്ട് പീപ്പിൾ ഗോട്ട് സേ. എന്ന് വെച്ചാൽ അവൻ വല്ല, ഞാൻ അരുണിനോട് പറയായിരുന്നു, അവൻ വല്ല 5000 രൂപ കിട്ടുന്നുള്ളെന്ന് വെച്ചോ, ഇതാരും കംപ്ലൈന്റ് ഒന്നും ഇറക്കത്തൊന്നുമില്ല. ഇതിപ്പം അവൻ ലിറ്ററലി 2 lakhs പെർ ഡേ, ഓൾമോസ്റ്റ് അറൌണ്ട് 2 lakhs പെർ ഡേ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു വലിയ ന്യൂസായി മാറി. പിന്നെ ലൈക്ക് ബേസിക്കലി ബിക്കോസ് നമ്മൾ ആൾക്കാർ ഇന്ത്യൻ മൈൻഡ് സെറ്റ് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യല്ലോ, 2 lakhs ഒരു ദിവസം കിട്ടുമെന്ന് പറഞ്ഞാൽ 60 lakhs പെർ മന്ത്. അപ്പം വർഷത്തിൽ നോക്കുവാണെങ്കിൽ ഹി ഹാസ് മെയ്ഡ് എ ലോട്ട് മോർ ദാൻ ഈവൻ ഫൗണ്ടേഴ്സ് വാട്ട് ദേ മേക്ക്. ബട്ട് എനിക്കവനെ ബേസിക്കലി ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുവല്ല. അല്ല, സപ്പോർട്ട് ചെയ്യുവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ചില കമ്പനികൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം
വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. അങ്ങനല്ലടാ, ലൈക്ക് നമ്മള് ബൈ എഗ്രിമെന്റ് അത് എഗ്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ. നമ്മളത് ചെയ്യുന്നത് ലൈക്ക് തെറ്റാണ് എന്നാണ് എന്റെ ഒരു. അത് ഭയങ്കര കോമൺ ആയിരിക്കില്ലേ, ലൈക്ക് ഈ നമ്മളൊരു കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ മിക്കവാറും അഗ്രിമെന്റ്സ് അത് അല്ല, ക്യാരി ചെയ്യും. ഇപ്പൊ നമ്മളൊരു കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ, മേ ബി fine. അത്രയും ആ. സ്ട്രിക്റ്റ് അല്ലായിരിക്കും. റൈറ്റ്. അല്ലെങ്കിൽ ഈ ഫൗണ്ടിങ് ചിലപ്പം ഈ പുതിയ പുതിയ സ്റ്റാർട്ടപ്സ് ഫോം ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തില്ല എത്രത്തോളം അവര് ഈ എൻഫോഴ്സ് എൻഫോഴ്സ് ചെയ്യുന്നതല്ല, ഉം. എത്രത്തോളം അവര് ലോ ഈ കറക്റ്റ് ആയിട്ട് right, ബൈ പ്രോസസ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഉം. ഇനി അങ്ങനല്ല, ജസ്റ്റ് ഒരു കോള് വന്നു, കോള് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് അവർക്ക് ജോലി ചെയ്യാൻ തുടങ്ങാം. മേ ബി മണി എങ്ങനെയാ കൊടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഉം. മേ ബി അതൊരു വേറെ ഏതെങ്കിലും വഴി കൂടെ കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അവനാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ കോഡിങ് ഇന്റർവ്യൂസും പാസ്സുമായി. എടാ, ഒരാൾ ബ്രില്യൻ്റ് ആണ് എന്ന് പറഞ്ഞ അയാൾക്ക് ഇത് ചെയ്യാൻ യുനോ ഇന്റലിജന്റ് ആയിട്ടുള്ള തീവ്സും ഉണ്ട്. അത് കറക്റ്റാണ്. പക്ഷെ എന്തുകൊണ്ടും പക്ഷെ എനിക്ക് ഇച്ചിരി നമ്മള് വളരെ വിദഗ്ധമായി ഒരു മറ്റേ ബാങ്ക് കേസ് നടത്തി എന്നും പറഞ്ഞിട്ട് അങ്ങനല്ല. എനിക്കത് ബിക്കോസ് അവൻ എല്ലാവരുടെയും ടാസ്ക് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, ടാസ്കും സബ്മിറ്റ് ചെയ്തു. ദർ ഇസ് നോ ഡിലേ ഇൻ ടാസ്ക്. അതാണ് ന്യൂസ് പറയുന്നത്. വെച്ചാൽ ഹി ഹാസ് ഡൺ ഓൾ ദ ടാസ്ക് ആൻഡ് ഹി ഹാസ് കംപ്ലീറ്റഡ് എവറിത്തിങ്. അപ്പം അങ്ങനെ നോക്കുമ്പം ബേസിക്കലി ആ കമ്പനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ ഓർത്തത് ലൈക്ക് പിന്നെന്താണ് പ്രശ്നം. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ഫൗണ്ടേഴ്സ്, അല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് കുഴപ്പമൊന്നുമില്ല. ആസ് ലോങ് ആസ് ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഫൗണ്ടേഴ്സ്, ഈ ഫൗണ്ടേഴ്സ് ബേസിക്കലി ചില ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ചില ലാൻഡ്സ്കേപ്പിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില ഫൗണ്ടേഴ്സ്. അപ്പൊ അങ്ങനെ നോക്കുമ്പം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരത്തില്ല. കാരണം അവരും പല ബോർഡിലിരിപ്പുണ്ട് അറ്റ് ദ സെയിം ടൈം. പിന്നെന്താ ഒരു എഞ്ചിനീയറിന് അങ്ങനെ ചെയ്താലെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു ലൈക്ക് വൈ ഇറ്റ് ഹാഡ് ടു ബി എ വെരി ബിഗ് ന്യൂസ്. കാരണം അവൻ ഓൾമോസ്റ്റ് എവറി സിംഗിൾ ന്യൂസ് പേപ്പറിൽ വന്നു ഇൻ ദ US. എവറി സിംഗിൾ വെരി വെരി ഫേമസ് ചാനലില് അവൻ ഫീച്ചേർഡ് ആയി. ആൻഡ് ഈവൻ ലിങ്ക്ഡിനിലെ ഫൗണ്ടർ റീഡ് ഹോഫ്മാൻ അവനെ കുറിച്ച് കോട്ട് ചെയ്തു. ലൈക്ക് അത്രയ്ക്കുണ്ടായിരുന്നു ഇത്. പോസ്റ്റ് അങ്ങ് വൈറലായി, അത്രയ്ക്കുണ്ടായിരുന്നു. പിന്നെ അവൻ പബ്ലിക്കലി വന്നൊരു വലിയൊരു TBPN അങ്ങനെ എന്തോ ഒരു ചാനലില്, അതൊരു വൺ ഓഫ് ദ ഫേമസ് ചാനൽ ആക്ച്വലി. അപ്പം അവിടെ വന്ന് അവൻ പബ്ലിക്കലി വന്ന് അപ്പോളജൈസും ചെയ്തു. യെസ്, ലൈക്ക് ഐ അഗ്രി that I was working and all of those things. എനിക്ക് അത് തോന്നില്ല. അപ്പം like I don't know why it became such a big news in the Silicon Valley. Like ഇതെനിക്ക് തോന്നുന്നു കുറെ പേര് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലടാ, ലൈക്ക് ഒരു വേറൊരു കോമ്പറ്റീറ്ററിനോ അല്ലെങ്കിൽ വേറൊരു കമ്പനിക്കോ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇവൻ കാരണം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി കുഴപ്പമില്ലായിരിക്കും. അതൊരു നിങ്ങൾക്ക് വിട്ടേക്കോ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഡിസിഷൻ എന്താണ്? ലൈക്ക് ബേസിക്കലി നിങ്ങൾ അത് അഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പം ഇതായിരുന്നു വൺ ഓഫ് ദ മേജർ എനിക്ക് തോന്നിയ ഒരു വലിയൊരു ഇവന്റ് ആയിട്ട് നടന്ന ഒരു സമയം. എനിക്ക് ഇതുവരെ നമ്മൾ ഇത്രയും വലിയ ഈ ഒരു പേഴ്സൺ ഈ ഒരു റീസണില് ഫേമസ് അല്ല എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പം ഇത് ആക്ച്വലി കുറച്ചുകൂടെ എന്താ പറഞ്ഞ എക്സ്പ്ലിസിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇതൊരു നാച്ചുറൽ വേ ഓഫ് ഡൂയിങ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് അവരിലേക്ക് മൾട്ടിപ്പിൾ കോൺട്രാക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതൊരു അക്സെപ്റ്റബിൾ നോമാണ്. പക്ഷെ ഒരു ഫുൾ ടൈം എംപ്ലോയി അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും മേ ബി അതായിരിക്കും അവൻ ഫുൾ ടൈം ആയിട്ട് എല്ലായിടത്തും അഗ്രി ചെയ്തു. ഓക്കെ. പിന്നെ നിങ്ങൾ ആ ഫിഗ്മയുടെ സാധനം കേട്ടായിരുന്നോ? ഫിഗ്മ IPO നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഫിഗ്മ? അതൊരു ഫ്രണ്ട് എൻഡ് ടൂൾ അല്ലേ? അത് മറ്റേ വൈറ്റ് ബോർഡിങ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അത് കൊള്ളാം. നീ അപ്പൊ യൂസ് ചെയ്തിട്ടുണ്ടോ? ഈ ഫ്രണ്ട് എൻഡ് ഡിസൈൻസ് ഷെയർ ചെയ്യുന്ന ഫിഗ്മ വഴി? അല്ല, ഫ്രണ്ട് എൻഡ് ഡിസൈൻസ് അല്ല, ബേസിക്കലി എനി ഡിസൈൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫിഗ്മ. അപ്പം യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ബട്ട് ഇറ്റ്സ് വണ്ടർഫുൾ ടൂൾ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവരുടെ ജേർണി തന്നെ കണ്ടു കഴിഞ്ഞാൽ അവര് പെതുക്കെ വന്നു. സാധാരണ ഈ ടൂൾസ് അഡോബി ആണ്. എനിത്തിങ് റിലേറ്റഡ് ടു ഫോട്ടോസ്, ഡിസൈൻസ്, എവറിത്തിങ് വാസ് അഡോബിയുടെ ഓൾട്ടർനേറ്റീവ് ആണ് XD. അല്ല, ഓൾട്ടർനേറ്റീവ് അല്ല, അഡോബിയുടെ ടൂൾ ആയിരുന്നു XD.
അതെ അതെ ഓൾട്ടർനേറ്റീവ് ടു ഫിഗ്മ. Alternative to correct, Figma, correct. And there was another thing from Apple called Sketch. പണ്ട് ആൾക്കാർ സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് XD ഭയങ്കര ഇതായി. പക്ഷെ ഇതെല്ലാം ഐഡിയലി ദീസ് വെർ ഓൾ മെയ്ഡ് ഫോർ എ ഡെസ്ക്ടോപ്പ് കൈൻഡ് ഓഫ് തിങ്. പക്ഷെ ഫിഗ്മ ജസ്റ്റ് ബ്രേക്ക് ത്രൂ ചെയ്ത് അതൊരു ബ്രൗസർ ഇന്റർഫേസ് ആക്കി അത് അതിനെ അവര് ബ്യൂട്ടിഫുള്ളി ചെയ്തു. എന്ന് വെച്ചാൽ ആർക്കും പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവിയാണ് സാധനം. പിന്നെ എല്ലാവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല കുറെ കാര്യങ്ങൾ. അത് പഠിക്കാൻ പിന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷെ I think everyone is a fan of Adobe for a lot of things. In the photographers-ഉം illustrators-ഉം എല്ലാവരും ഉള്ളത് because of Adobe ആണ്. പക്ഷെ ഈ വെബ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു ഫിഗ്മ ഹെവി ടൂൾ വേണ്ട. ആൻഡ് ഫിഗ്മ ഡിഡ് എ ഗുഡ് ജോബ്. അപ്പം എനിക്ക് തോന്നുന്നു ഫിഗ്മയുടെ ആ പ്രൊഡക്റ്റ് ജേർണി തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഇടയ്ക്ക് ആ ന്യൂസ് കേട്ടായിരുന്നു, മറ്റേ ഫിഗ്മ അഡോബി അക്വിസിഷൻ. അത് കേട്ടായിരുന്നു? ഫേമസ് ആയിരുന്നു. ഫേമസ് ആയിരുന്നു. എനിക്ക് റീസെന്റ് അത് പുൾ ഓഫും ചെയ്തു. എന്ന് വെച്ചാൽ ഇത്ര നാളായി അല്ലല്ല ബാക്ക് ഓഫ് പുൾ ഓഫ് ഇല്ലല്ല ബാക്ക് ഓഫ്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ദേ ആർ ഫൈലിംഗ് IPO. ആൻഡ് ആ IPOനെ കുറിച്ച് കുറെ ന്യൂസ് ഇടയ്ക്ക് ലൈക്ക് കുറെ ന്യൂസ് അല്ല കുറെ പേര് അതിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ലൈക്ക് വെരി ഗുഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ല, വെരി ഗുഡ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് നമ്പേഴ്സ്. ആൻഡ് ലൈക്ക് അത് ചിലപ്പോ അവർക്കുണ്ടെന്നാണ് പറയുന്നത്. അവർക്കുണ്ട്. അത് മറ്റേ അഡോബ് അക്വസിഷൻ അവര് സെറ്റപ്പ് ചെയ്തായിരിക്കും. അഡോബ് നമ്പേഴ്സ് എല്ലാം ക്ലീൻ അപ്പ് ചെയ്യണമല്ലോ. അല്ല എടാ, അഡോബി അക്വിസിഷൻ പോയി. അല്ലല്ല, ഞാൻ പറഞ്ഞ ആ സമയത്ത് പ്രിപ്പയർ ചെയ്തായിരിക്കും. അല്ലല്ല, ആ സമയത്ത് ഒരു ഫിനാൻഷ്യൽസ് ഉണ്ടായിരുന്നു. അത് ദാറ്റ് വാസ് നോർമൽ. പക്ഷെ ഇത് ഇവർ IPOക്ക് പോകുന്നതിന് മുമ്പ് നമ്പേഴ്സ് സ്ട്രേറ്റ് ചെയ്യണം. ആ നമ്പേഴ്സ് ഭയങ്കര വലിയൊരു ചർച്ചയായി. എന്ന് വെച്ചാൽ ബിക്കോസ് നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന ട്രെൻഡ് എല്ലാരും സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് വിച്ച് ഇസ് പ്രോഫിറ്റബിൾ, എനിക്ക് ഏതെങ്കിലും നെയിം പറയാൻ പറ്റും? പ്രോഫിറ്റബിൾ സ്റ്റാർട്ടപ്പ്? യെസ്, പ്രോഫിറ്റബിൾ സ്റ്റാർട്ടപ്പ്. സ്ട്രൈപ്പ്? അതല്ല, സ്ട്രൈപ്പ് അല്ല. ഞാൻ പറഞ്ഞ ഇന്ത്യൻ എക്കോസിസ്റ്റമും ഇപ്പം വരുന്ന ബഡ്ഡിംഗ് സ്റ്റാർട്ടപ്സിൽ. ഇപ്പൊ വരുന്ന സ്റ്റാർട്ടപ്സിൽ എന്തെങ്കിലും ഈ ഇടയ്ക്കായിട്ട് പ്രോഫിറ്റബിൾ ആയ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് അറിയാം? പെട്ടെന്ന് വരത്തില്ല. സോ ഫിഗ്മ ഇന്ത്യൻ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് ഐഡിയലി ഇപ്പൊ എല്ലാവരും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നേരത്ത് ദ പ്രോബ്ലം ഇസ് പ്രോഫിറ്റബിലിറ്റി ഈസ് നോട്ട് കൺസിഡേർഡ് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട്. പക്ഷെ ഫിഗ്മയുടെ വിഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പ്രോഫിറ്റബിലിറ്റി അവർക്കൊരു ആദ്യം മുതലേ ആ ഫൗണ്ടറിന് ഒരു ഫാക്ടർ ആയിരുന്നു. ഇപ്പൊ നമ്മള് സ്റ്റാർട്ടപ്പ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ലേ നമ്മൾ അല്ല, അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. കറക്റ്റ് ആണ് സാധനത്തിന്. പക്ഷെ മോസ്റ്റ് ഓഫ് ദം അതാണ് പ്രശ്നം. നീ ഇപ്പം ജോലി ചെയ്യുന്ന ഏത് സ്റ്റാർട്ടപ്പിലുണ്ട് പ്രോഫിറ്റബിലിറ്റി മുമ്പിൽ? എല്ലാരും ഇസ് റണ്ണിങ്. ഇപ്പൊ ഇല്ല എന്നുള്ളത് ട്രൂ ആയിരിക്കും. എയിം പക്ഷെ എയിം പോകും. അതാണ് യെസ്, ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ലൈക്ക് ബേസിക്കലി നമുക്ക് ഇൻവെസ്റ്റർ വന്ന് ഇൻവെസ്റ്ററിന്റെ പൈസ തരുമ്പോൾ ഐഡിയലി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇൻവെസ്റ്ററിനെ ഫോളോ ചെയ്താണ് നമ്മൾ പിന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് ട്രജക്ടറി പോകുന്നത്. അതാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇൻവെസ്റ്ററിന്റെ എയിം തന്നെ ആയിരിക്കുമല്ലോ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടണം. പക്ഷെ റിട്ടേൺ കിട്ടാൻ കുറെ വഴികളുണ്ട്. അപ്പം പക്ഷെ അതിന് പ്രോഫിറ്റബിൾ ഇസ് ദ ഒരു ലാസ്റ്റ്, നോട്ട് ദ ഫസ്റ്റ് പ്രയോറിറ്റി. ഡിപ്പെൻഡ്സ് ഓൺ ഇൻവെസ്റ്റർ ഓൾസോ അല്ലെ. നമ്മളിപ്പം ഇൻവെസ്റ്റർ വന്നു, അയാൾ കുറച്ച് പൈസ തന്നു, പക്ഷെ ഫൗണ്ടറിന്റെ വിഷനും ഇൻവെസ്റ്ററിന്റെ വിഷനും കോൺഫ്ലിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇൻവെസ്റ്ററിന്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇത് എങ്ങനെയും ഒരു അക്വിസിഷനിലോട്ട് എത്തിച്ച് അയാൾക്ക് പൈസ കിട്ടണമെന്നായിരിക്കും. പക്ഷെ ഫൗണ്ടറിന്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു പ്രോഫിറ്റബിൾ പ്രൊഡക്റ്റ് ആക്കണം, അല്ലെങ്കിൽ ഇത് കുറെ പേര് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആക്കണം, എന്നിട്ട് ഒരു IPO പോകണം. അങ്ങനെ ആയിരിക്കും മേ ബി ഫൗണ്ടറിന്റെ വിഷൻ. അപ്പം അവിടെ ഒരു ക്ലാഷ് വരുമ്പോൾ ഓഫ് കോഴ്സ് ഇൻവെസ്റ്റർ പറയുന്നത് മേ ബി ഫൗണ്ടർ കേൾക്കാനായിട്ട് റെഡി ആവേണ്ട സിറ്റുവേഷൻസ് വരാം. നമ്മൾ എനിക്കൊന്ന് പ്രോഫിറ്റബിലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ആ ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾ ഞാൻ കുറെ പേരോട് സംസാരിച്ചിട്ട് എല്ലാരും പറയുന്നത് ഗ്രോത്ത് വേണം. പക്ഷെ നോ വൺ ഐ ടോക്ക് വിത്ത് ലൈക്ക് എനിക്ക് ഇത്ര പ്രോഫിറ്റ് ആയി, എനിക്ക് അത്ര. പക്ഷെ നമ്മളിപ്പം ഈ നോർമൽ ലോക്കൽ സ്റ്റോഴ്സിനെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കല്യാൺ സിൽക്സോ അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം പ്രോഫിറ്റ് ആണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്നുള്ള ഒരു ട്രജക്ടറിയിലാണ് പോയത്. ബട്ട് ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്സിന് അതൊരു കൺസേൺ അല്ല. ബിക്കോസ് നീ നോക്ക്, സ്വിഗ്ഗി നോക്ക്,
ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്തു, ഉം. ലോസ് ഇസ് ബിഗർ. Right. അത് ശരിയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഉം. സ്വിഗ്ഗിയിലേക്ക് ഇൻവെസ്റ്റർ മണി ബേൺ ചെയ്തുകൊണ്ടിരുന്നപ്പം ഉം. നമ്മള് സ്വിഗ്ഗിയിൽ ഒരു കസ്റ്റമർ കെയറിലേക്ക് വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടും Refund. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുമായിരുന്നു. Okay. പക്ഷെ ഇപ്പം അവര് IPO-യിലോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പം ഉം. നമ്മള് സെയിം സാധനം നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ അവര് റീഫണ്ട് തരത്തില്ല. ഓ അങ്ങനെയാണോ? Like അത് Much more difficult now. അതൊരു much more പ്രശ്നമായി difficult. അത് തരത്തില്ല. ആ. മോസ്റ്റ് ഓഫ് ദ കേസസ് തരത്തില്ല. ഇല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമർ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറയുന്നു, ഓക്കെ അവർ റീഫണ്ട് തരും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. മറ്റേ ഇപ്പം സ്വിഗ്ഗി നീ പറയുന്നു അങ്ങനെയാണെന്ന്, പക്ഷെ നീ സൊമാറ്റോ നോക്കും. സൊമാറ്റോ സെയിം സാധനം. പക്ഷെ സൊമാറ്റോയുടെ ലോസസ് കമ്പാരിറ്റീവ്ലി വാസ് വെരി വെരി ലെസ് വെൻ കമ്പയർ ടു സ്വിഗ്ഗി. അത് സ്വിഗ്ഗി ബേസിക്കലി അവരുടെ മൈൻഡ് സെറ്റ് സ്വിച്ച് ചെയ്തു. ചെയ്തിപ്പം, ബിക്കോസ് അവരിപ്പോ ഇൻവെസ്റ്റർ മണി ബേൺ ചെയ്യുവല്ല, അവരിപ്പം പ്രോഫിറ്റബിലിറ്റിയിലോട്ട് പോവാ. അപ്പൊ ആ മൈൻഡ് സെറ്റ് സ്വിച്ച് വന്നോണ്ടാ അവരുടെ ആ ബിഹേവിയർ മാറുന്നത്. ഞാൻ ഓർക്കുന്നത് ആദ്യമേ എന്താ ഇവർക്ക് മൈൻഡ് സെറ്റ് ഇല്ല. അപ്പൊ അവര് വിചാരിച്ചോണ്ടിരുന്നത് അവർക്ക് കസ്റ്റമർ അക്വിസിഷൻ വേണം, കസ്റ്റമർ ഡിലൈറ്റ് ഉണ്ട്, ആ ഒരു ഹാബിറ്റിലോട്ട് കസ്റ്റമേഴ്സിനെ എത്തിച്ചാലും അവർക്ക് അതായിരിക്കും അവരുടെ മേ ബി മൈൻഡ് സെറ്റ് അവരുടെ. പക്ഷേ ഇപ്പോഴും എനിക്ക് വേറെ ഔട്ട് ഓഫ് ടോപ്പിക് ആണെങ്കിൽ പോലും ഞാൻ വേറൊരു കാര്യം പറയാൻ വന്ന ക്രെഡ്. എന്താണ് അതിനകത്ത് പ്രോഫിറ്റ്? ഇനി അയാൾ എവിടെ കൊണ്ട് പ്രോഫിറ്റ്? ക്രെഡ് തുടങ്ങിയപ്പം ക്രെഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ബില്ല് പേ ചെയ്യാനുള്ള ഒരു ആപ്പ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം വെരി റീസെന്റ് അവര് ക്രോസ് സെല് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ക്രെഡ് ഗാരേജ് വന്നില്ലേ, ക്രെഡ് ഗാരേജിനകത്ത് നമുക്ക് നമ്മുടെ കാർസ് ആഡ് ചെയ്യാം. കാർസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അവര് നമ്മുടെ മറ്റേ പൊല്യൂഷൻ ചെക്ക്, പിന്നെ ഇൻഷുറൻസ് എല്ലാം ട്രാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ഇൻഷുറൻസ് നമ്മുടെ പിന്നെ എക്സ്പയർ ആവാൻ നേരത്ത് അവര് സജസ്റ്റ് ചെയ്യും, ഓക്കെ ഇത് നമുക്ക് ഈ ഒരു ഇതില് ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാം, ഇത്ര പെർസെന്റേജ് ഓഫ് ഉണ്ട്. ഞാൻ പേഴ്സണലി ഇൻഷുറൻസ് ഈ പ്രാവശ്യം ബൈ ചെയ്ത് അങ്ങനെ ഇല്ല. അവിടെ ക്രെഡ് ഗാരേജിനകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇങ്ങനെയാണ് ഇത്ര ദിവസം വരെ. നീ പറയുന്നത് അവർ ആ ഇൻഷുറൻസിന്റെ ക്രെഡ് പൈസ മേടിക്കും. ക്രോസ് സെല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മണി ആസ്പെക്ട് ഉള്ള എല്ലാ സാധനങ്ങളും ഇപ്പൊ ക്രെഡിറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അവർക്കറിയാം, നമുക്ക് എത്ര ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെന്നറിയാം. അപ്പൊ അവർക്ക് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് ബേസിക്കലി ഡേറ്റ ക്രെഡിറ്റിന് ഓൾറെഡി ഉണ്ട്. ഇപ്പൊ അവർക്കൊരു മാർക്കറ്റ് റിസർച്ച് നടത്തണം, ഒരു പുതിയ ബാങ്കിനോ ഒരു പുതിയ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമിനോ ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തണമെങ്കിൽ ക്രെഡിറ്റിന് ഡേറ്റ ഉണ്ട് ഓൾറെഡി. മനസ്സിലായോ? അപ്പം ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിരിക്കാം മേ ബി അവര് ഇത്രയും നാളും ക്യാഷ് ബേൺ ചെയ്തത്. പക്ഷേ മേ ബി കറക്റ്റ് ആയിരിക്കും, കമ്പനി മോട്ടീവ് ചിലപ്പം കറക്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് ചിലപ്പം ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, എൻ്റെ ഒരു പൊട്ട തിങ്കിങ് ആയതുകൊണ്ടായിരിക്കും. ബട്ട് ആ ഒരു ഫൗണ്ടർ കുനാൽ ഷാ ബേസിക്കലി പുള്ളി ഇൻവെസ്റ്റേഴ്സ് ആണ്, പക്ഷെ പുള്ളിയുടെ സ്വന്തം സ്റ്റാർട്ടപ്പിൽ പുള്ളി ആ ഒരു ലൈക്ക് ബേസിക്കലി പുള്ളി ആ ഒരു എന്താ ആ സ്റ്റാർട്ടപ്പിനെ നമ്മൾ എങ്ങനെയും ലോസ് കുറയ്ക്കാൻ നോക്കുന്നതിന് പകരം സംവേർ ഹീസ് ഇപ്പൊ നമുക്ക് ആസ് എ ഔട്ട്സൈഡ് പേഴ്സൺ the losses are increasing. I don't see a reduction in losses, like, and it's not like small numbers, it's like big numbers. Like അതിനും ചിലപ്പോ നീ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതൊരു പുതിയ സിസ്റ്റം ആയിരിക്കും. ബിക്കോസ് ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി ഒരിക്കലും പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേ ബി ഇതൊക്കെ ഒരു നമുക്ക് അറിയത്തില്ലാത്ത മേ ബി ഒരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ആവാം എന്ന് ഞാൻ പറഞ്ഞത്. എന്തോ ജെഫ് ബെസോസ് അങ്ങനെ എന്തോ ഒരു സ്റ്റൈൽ ഓഫ് എന്ന സാധനം ഉണ്ട്. അതല്ലല്ലോ മറ്റേ ആമസോണിന്റെ ബോർഡ് മീറ്റിംഗില് ബെസോസിന് ഒരു സ്റ്റൈൽ ഉണ്ട്, വേർ ഇൻ വിച്ച് ഹി റിപ്പോർട്ട്സ് ദ ഷെയർ ഹോൾഡിങ്സിന്റെ ഒരു മീറ്റിംഗില് അവൻ പറയും എത്ര ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈവൻ ഇഫ് ലോസസ് വന്നെങ്കിലും ഈ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർ പിന്നെയും പൂൾ ചെയ്യാൻ ദ മണി തിരിച്ച് കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നത്, ബിക്കോസ് ബെസോസ് ഹാസ് ക്രിയേറ്റഡ് ദാറ്റ് കൈൻഡ് ഓഫ് ട്രസ്റ്റ്. ഞാൻ പറഞ്ഞത് ഓരോ സ്ട്രാറ്റജീസ് ഡിഫറെന്റ് കുനാൽഷയുടെ സ്ട്രാറ്റജി എന്തോ നമുക്ക് അറിയത്തില്ല. അപ്പം ജസ്റ്റ് ലോസ് ഇപ്പം പുള്ളിയുടെ ലോങ് ഗെയിം ചിലപ്പോ എന്തോ നമുക്ക് അറിയത്തില്ല. ഈ ഇടയ്ക്ക് ലിങ്ക്ഡിൻ പോസ്റ്റ് കണ്ടത് മറ്റേ
കുനാൽ ഷാ ആദ്യമേ ഫ്രീ ചാർജ് ഉണ്ടാക്കി. ഫ്രീ ചാർജ് ഉണ്ടാക്കി. കുനാൽ ഷാ ഫ്രീ ചാർജ് സെല് ചെയ്തു സ്നാപ്ചാറ്റിന് ഫോർ $450 million. ഫസ്റ്റ് സ്നാപ്ചാറ്റിലായിരുന്നു. സ്നാപ്ചാറ്റിലാണോ സെല് ചെയ്ത് ഫ്രീ ചാർജ്? എന്നിട്ട് പിന്നെ സോഷ്യൽ മീഡിയ ആപ്പ് ഫ്രീ ചാർജ് അല്ലല്ല സ്നാപ്ചാറ്റ് ബേസിക്കലി ഫ്രീ ചാർജ് മേടിച്ചു ഫോർ എക്സ് എമൗണ്ട് ഓഫ് മണി. സ്നാപ്ചാറ്റ് നോട്ട് സ്നാപ്ചാറ്റ്, സ്നാപ്ഡീൽ. സ്നാപ്ചാറ്റ് അല്ലേ, സോറി സ്നാപ്ചാറ്റ് അല്ലേ, കറക്റ്റ് സ്നാപ്ഡീൽ. സ്നാപ്ഡീൽ അത് സ്നാപ്ചാറ്റും സ്നാപ്ഡീൽ. ഓക്കെ, അപ്പൊ സ്നാപ്ഡീൽ മേടിച്ചു. അതായിരുന്നു നിങ്ങൾ എന്നോട് സ്നാപ്ചാറ്റ് ഞാൻ കത്തിയില്ല കേട്ടോ. അപ്പൊ സ്നാപ്ഡീൽ മേടിച്ചു. സ്നാപ്ഡീൽ ബേസിക്കലി എന്നിട്ട് എയർടെലിന് പിന്നെയും കുറച്ച് ലൈക്ക് സെല്ലിംഗ് എമൗണ്ട് ഭയങ്കര കുറവായിരുന്നു. എന്നുവെച്ചാൽ പിന്നെ കുറഞ്ഞു വരായിരുന്നു. അപ്പം ആ ലിങ്കനിലെ ആള് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ആളിന് നമ്മൾ എന്തിനാ ഇത്രയും വലിയായിട്ട് കരുതുന്നതാണ്. ലൈക്ക് ദ ഗോഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഗോഡ്. ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ശരി, അതല്ല പുള്ളിക്കാരൻ മണി ഉണ്ടാക്കിയല്ലോ. അപ്പം എടാ ലൈക്ക് ഫണ്ടമെന്റലി പുള്ളിക്ക് ലൈക്ക് മണി ഉണ്ടാക്കണം എന്നാണെങ്കിൽ പുള്ളി മണി ഉണ്ടാക്കി, അതിനുള്ളിൽ എക്സിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അല്ലെ, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ബിക്കോസ് ഓഡിയൻസിനും നമുക്ക് തിങ്ക് ചെയ്യാലോ. ലൈക്ക് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഈ പോസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തും പോസ്റ്റ് ചെയ്യാം. പക്ഷെ അവൻ റിച്ചായി, അപ്പൊ പറഞ്ഞു തന്നെ വെച്ചാൽ ഈ ഫിഗ്മയുടെ അപ്പം ഈ പ്രോഫിറ്റബിലിറ്റി മാർജിൻ ഇൻ ഡിസ്പൈറ്റ് ഓഫ് സ്പെൻഡിങ്, ലൈക്ക് അവർ എനിക്ക് തോന്നുന്നു അവരുടെ സ്പെൻഡ് $300K per day ആണ് സ്പെൻഡ് ചെയ്യുന്നത്, ലൈക്ക് സ്പെൻഡ് ചെയ്യുന്ന ബിൽ. അപ്പം അതെല്ലാം കൺസിഡർ ചെയ്തിട്ടും അവര് സ്റ്റിൽ പ്രോഫിറ്റബിലിറ്റി മാർജിൻ ഉണ്ട് അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭയങ്കര പോസ്റ്റ് ഭയങ്കര വൈറലായി. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് basically everyone was literally taking that to Twitter, LinkedIn, and talking about these kind of companies. Yeah, so this is something that happened. നിങ്ങൾ മറ്റേ റീസെന്റ് മറ്റേ LLMന്റെ പ്രൈസിംഗ് മോഡൽ ഒക്കെ ചേഞ്ച് ചെയ്ത്, കഴ്സർ ചേഞ്ച് ചെയ്തു, ക്ലോഡ് ചേഞ്ച് ചെയ്തു, ക്ലോഡ് ഫണ്ടമെന്റലി ഫുള്ളി ചേഞ്ച് ചെയ്തു. കഴ്സർ ചേഞ്ച് ചെയ്തപ്പോഴാണ് ആക്ച്വലി ഏറ്റവും വലിയ ഔട്ട്റേജ് വന്നത്. കഴ്സറിന്റെ ഫസ്റ്റ് ഒരു ബേസിക് പ്ലാന് നമ്മൾ $20 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരൊരു ക്രെഡിറ്റ് സിസ്റ്റം ആയിരുന്നു. ഇത്ര ക്രെഡിറ്റ്സ് ഉണ്ട്, നമുക്ക് യൂസേജ് കാണാം. ഇപ്പൊ അവരെങ്ങനെയാന്ന് വെച്ചാൽ $20 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോ ആണ്. ആ പ്രോയിനകത്ത് അവർക്ക് നേരത്തെ ഓട്ടോ ഉണ്ടായിരുന്നു, പിന്നെ ക്ലോഡ് നമുക്ക് മോഡൽസ് ചൂസ് ചെയ്യാൻ. ഇപ്പൊ അവർക്ക് ബൈ ഡിഫോൾട്ട് ഓട്ടോ $20 ഓട്ടോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മോഡൽ സെലക്ട് ചെയ്യണമെങ്കിൽ നീ അതിനൊരു യൂസേജ് മാർക്ക് പ്രൈസിംഗ് കൂടെ എനേബിൾ ചെയ്യണം. മനസ്സിലായോ? ഞാൻ $20 അപ്ഫ്രണ്ട് കൊടുത്തു, പിന്നെ യൂസേജ് അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. ലൈക്ക് വൈ ഡിഡ് കഴ്സർ ഡു ദാറ്റ്, ലൈക്ക് ഫോർ വാട്ട് റീസൺ? അത് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയായിരുന്നു? ഇല്ല, ഞാൻ ആക്ച്വലി കഴ്സറിൽ നിന്ന് മാറിയായിരുന്നു. അതുകൊണ്ടാണോ കഴ്സറിൽ നിന്ന് മാറിയിട്ട്? ഞാൻ കഴ്സറിൽ നിന്ന് മാറിയിട്ട് ഞാൻ ക്ലോഡ് ആയി യൂസ് ചെയ്യുന്നത്. ക്ലോഡ് കോഡും ക്ലൈൻ എന്ന് പറഞ്ഞ ഒരു ക്ലൈൻ എങ്ങനെ ബെറ്റർ ആണോ? ക്ലൈൻ അത്രയും ഫീച്ചർ റിച്ച് അല്ല കഴ്സറിനെ പോലെ. ഫീച്ചർ അത് ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ VS കോഡില്. അത് അതിൽ നമുക്ക് ബേസിക്കലി ക്ലോഡ് കോഡ് ഒരു സോഴ്സ് അല്ല, ഒരു ബാക്കിംഗ് LLM എഞ്ചിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. ഞാൻ ക്ലോഡ് മറ്റേ മാക്സ് പ്ലാനിലാണ്. അപ്പൊ എനിക്ക് ക്ലോഡ് കോഡ് ഉണ്ട് ഓൾറെഡി. മാക്സ് പ്ലാൻ എടുത്തു. അപ്പം ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തോ. എന്നിട്ട് ഇപ്പം അത് എനിക്ക് ക്വാളിറ്റിയില് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. മാക്സും ബേസിനും ടോക്കൺസിന് ഡിഫറൻസേ ഉള്ളോ അതോ മോഡലിന് ഡിഫറൻസ് ഉണ്ടോ? മോഡലിന് ഡിഫറൻസ് ഇല്ല ബേസിക്കലി, പക്ഷേ റേറ്റ് ലിമിറ്റിംഗ് ഡിഫറൻസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ $20 പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ക്വയറി കഴിയുമ്പോൾ തീരും നമ്മുടെ സാധനം. മാക്സിനകത്താണെങ്കിൽ നമുക്ക് ഞാൻ ഇതൊരു ലിമിറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ റിസൾട്ട്സിന് ഡിഫറൻസ് അങ്ങനെ ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് നമ്മൾ കഴ്സറിനകത്ത് ഒരു പ്രോംപ്റ്റ് ചെയ്യുന്നതും അതിന് വരുന്ന റിസൾട്ടും ക്ലോഡില് സെയിം പ്രോംപ്റ്റ് കൊടുത്ത് വരുന്ന റിസൾട്ടും ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എനിക്ക് ട്യൂൺ ചെയ്തേക്കുന്നതും കാരണം ക്ലോഡ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തതിന് പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരും നമുക്ക്. പക്ഷെ ക്ലോഡിൽ അത്രയും ഫാസ്റ്റർ അല്ല. എനിക്ക് തോന്നുന്നു അതൊരു തോട്ട് പ്രോസസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിന് തോട്ട് പ്രോസസ്സോ ഒരു
വേ ഓഫ് ഡൂയിങ് ആണെന്ന് തോന്നുന്നു. അതൊരു ടു ഡു ഉണ്ടാക്കും, എന്നിട്ട് ഓരോ സാധനങ്ങളും ചെയ്യും, ഓക്കെ അങ്ങനെ ചെയ്യണം. ഒരു സിസ്റ്റമാറ്റിക് വേയിൽ അത് കുറച്ചുകൂടെ ചെയ്യണം. പക്ഷെ ഇച്ചിരി സ്ലോറാ, പക്ഷെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലുണ്ട്. എനിക്കിപ്പോ ആലോചിച്ചിട്ട് ലൈക്ക് സാധാരണ നമ്മുടെ പണ്ടത്തെ ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ ആക്ച്വലി സബ്സ്ക്രിപ്ഷൻ ഒന്നത്തിനും കൊടുക്കത്തില്ല. ഇപ്പൊ നമ്മള് we have reached to a state where which we are spending around $200, which is around 17,000 rupees. അതെ. നിന്റെ കോസ്റ്റ് കൂടുതലല്ലോ, നീ ഒരു 10 AI സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എടാ പോടെ. പിന്നെ അങ്ങനെയല്ല, പക്ഷെ 10 സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ അറിയാൻ വേണ്ടി ലൈക്ക് വാട്ട് വർക്ക്സ് ആൻഡ് വാട്ട് ഡസ് നോട്ട്. കാരണം കുറെ ടൂൾസ് ഉണ്ട് നമുക്ക്. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ ഏതിനാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ക്യൂരിയോസിറ്റി മാത്രമല്ല, ഞാനത് ബേസിക്കലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണും. ലൈക്ക് എനിക്കത് റിട്ടേൺസ് നല്ലതായിട്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി എനിക്ക് ടൈമിൽ റിട്ടേൺസ് കിട്ടണം. ബേസിക്കലി നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം എനിക്ക് ഓൾറെഡി ക്ലോഡ് തരുവാണ് എന്നുണ്ടെങ്കിൽ എനിക്കത് പിന്നെ റീവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് കുറച്ചുകൂടി ട്രസ്റ്റ് വർത്തിയാണ്, എനിക്ക് ടൈം അത്രയും സേവ് ചെയ്യുന്നുണ്ട്, റിസൾട്ട്സ് പെട്ടെന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്റെ ലൈഫ് അത് ഈസിയർ ആക്കുന്നുണ്ട്, ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട്. അത് ശരി. മറ്റേ നീ ഇപ്പൊ ക്ലൗഡ് കോഡ് മാത്രമേ യൂസ് ചെയ്യാത്ത, ലൈക് ക്ലയന്റ് എന്തിനാ വിത്ത് ദാറ്റ് യൂസ് ചെയ്യുന്നത്? ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു CLI ഫുള്ളി CLI ഡ്രിവൺ ആണ്. അപ്പൊ നമുക്ക് കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യാനും ഇപ്പം കോഡിന് കുറച്ച് ലൈൻസിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാ. അപ്പം ക്ലൈന്റ് അത് കുറച്ചുകൂടി ഈസി ആക്കും. അത് കുറച്ചുകൂടെ സിമിലർ ടു കഴ്സർ. പിന്നെ പ്ലാനും ആസ്ക് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് VS കോഡിന്റെ ആ ഒരു എൻവയോൺമെന്റിൽ കുറച്ചുകൂടെ ഇന്റഗ്രേറ്റഡ്. പിന്നെ ക്ലോഡ് കോഡ് എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി VS കോഡിന്റെ. അപ്പൊ ചിലപ്പോൾ ഡൗൺ ദ ലൈൻ അവര് ഈ ഫീച്ചേഴ്സ് എല്ലാം അതിനകത്തും ആഡ് ചെയ്യും. അപ്പൊ കറന്റ്ലി എക്സ്റ്റൻഷനിൽ നമ്മള് ക്ലോഡ് കോഡ് മേക്ക് ചെയ്യുന്ന ചേഞ്ചസ് നമുക്ക് ഡിഫ് കാണാൻ പറ്റും. അതാണ് കറന്റ് ഫീച്ചർ ഇപ്പൊ ഇതിനകത്തുള്ളത്. അത് ഗ്രാജുവലി അവർ ഇമ്പ്രൂവ് ചെയ്യായിരിക്കും. ഒരു ഡൗൺ ദ ലൈൻ ചിലപ്പോൾ ക്ലൈന്റിനെ ക്ലോഡ് കോഡിന് എക്സ്റ്റൻഷനെ റീപ്ലേസ് ചെയ്യുമായിരിക്കും. അല്ല, ഞാനാണെങ്കിൽ എല്ലാ ടൂളിനും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞാലും ഡിഫെൻഡ് ചെയ്യാൻ പോകണം. അല്ലല്ല, ഞാൻ ചിന്തിക്കുമായിരുന്നു എന്തോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, കുറെ പൈസ മുടക്കിയല്ലോ. അല്ല, പക്ഷെ ഇപ്പം എനിക്ക് കട്ട് ഡൗൺ ചെയ്ത് വന്നിട്ട് കുറെ AI ടൂൾസ് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടും കുറെ ഞാൻ ലവബിളിന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു, ഞാൻ റെപ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ക്ലൗഡ് കോഡ് ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്. അവിടം വരെ എത്തി. പൈസ കൊടുക്കാൻ പറ്റുക അതും ഓപ്പൺ റൗട്ടറിനകത്ത് എല്ലാത്തിന്റെയും മനസ്സിലായി, ഇച്ചിരി ചീപ്പർ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ മാനേജ് ഈ AI LLMs മൊത്തം മോഡൽസ് മൊത്തം അവിടെ ഉണ്ട്. ആൻഡ് യു കെൻ ജസ്റ്റ് ബേസിക്കലി പേ ഓപ്പൺ റൗട്ടർ ആൻഡ് സിംഗിൾ പേയ്മെന്റ്. അപ്പം ഞാൻ പക്ഷെ എനിക്ക് ഇപ്പൊ വന്നിട്ട് ഐ ബോയിൽ ഡൗൺ ടു ലവബിൾ. എനിക്ക് ഫെയിലിയർ ആയിരുന്നു, കുറെ യൂസ് ചെയ്തു. എന്നാലും മെച്യൂരിറ്റി ഓഫ് ദ coding was not up to the mark, and security vulnerabilities were there. So it was not worth paying that big amount of money, but maybe for a non-tech person it makes sense. But എനിക്ക് ആ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു യൂസ്ഫുൾ വന്നില്ല. അപ്പൊ ഞാൻ ലവബിൾ ക്യാൻസൽ ചെയ്തു. ചാറ്റ് GPT ഞാൻ ഫിക്സ് ചെയ്തു, ബിക്കോസ് ചാറ്റ് GPT ഈസ് ഗുഡ് ഫോർ നമ്മുടെ ഏത് ജനറൽ കാര്യങ്ങളിലും. നമുക്കിപ്പം ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ റിസർച്ച് ടോപ്പിക് വേണം, റിസർച്ച് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മാർക്കറ്റ് സ്റ്റഡി, അങ്ങനത്തെ എല്ലാ കാര്യത്തിലും ഇപ്പം ആ ഒരു സാധനത്തിന് ചാറ്റ് GPT ഹെൽപ്ഫുൾ ആണ്, വെരി വെരി ഹെൽപ്ഫുൾ, ലൈക്ക് എ കമ്പാനിയൻ പോലെ. അപ്പം ദാറ്റ്സ് വെരി ഗുഡ്. പിന്നെ കർസർ ഇപ്പോഴും ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് വലിയ കോഡ് ബേസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്ര സാറ്റിസ്ഫാക്ടറി എനിക്ക് കിട്ടാറില്ല. എന്താന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇനി ഇവൻ പറഞ്ഞ പോലെ മറ്റേ ക്ലൈനും ക്ലോഡും വെച്ചൊന്ന് ട്രൈ ചെയ്യാൻ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ പറയുന്നതായിരിക്കും. പക്ഷെ അത് ഒരു സാധനമാണ്. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ആക്ച്വലി റെപ്ലിറ്റ് യൂസ് ചെയ്തപ്പം കറക്റ്റ് ആയിരുന്നു. റെപ്ലിറ്റ് വാസ് വെരി ഗുഡ് ആക്ച്വലി. സോ റെപ്ലിറ്റിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ആക്ച്വലി സ്റ്റണ്ട് ആയിരുന്നു. തോട്ട് പ്രോസസ് ഉണ്ട്, ഡിപ്ലോയ്മെന്റ് ഉണ്ട്. Basically, the entire infra and the entire developer ecosystem are Replit tool at the built on. And the way it codes is also really good, apart from the cost side, because it's expensive, but it's worth paying. And then monthly subscription or depending on the work cost change. So monthly subscription on $25 monthly. That's not too bad. But
നീ ഒരു സോ അതെങ്ങനെ അവർ ചാർജ് ചെയ്യുന്നത് വെച്ചാൽ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പം ആ ഒരു വർക്കിന് ഒരു കോസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് ലിറ്ററലി ലൈക്ക് ഹൗ ഓൺ ടോപ്പ്. സോ $25 ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ ആ $25 കഴിയുമ്പോൾ നിനക്ക് പിന്നെയും നീ ചെയ്ത് യൂസേജ് അനുസരിച്ച് നമ്മുടെ ചാർജ് വരും. അപ്പം അപ്പൊ അവര് കാണിക്കും എന്തോരം വർക്ക് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ഐ വെൽ ലൈക്ക് an intern, you having an intern in the company and you're paying for that intern. സോ എന്തോരം വർക്ക് ചെയ്തു, എത്ര ഡോളേഴ്സ് ഞാൻ ചാർജ് ചെയ്തു ആ വർക്കിന്, ആൻഡ് ഹൗ മെനി ലൈൻസ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. മനസ്സിലായോ? ഇറ്റ്സ് എ വണ്ടർഫുൾ ടൂൾ. അപ്പൊ ഇപ്പൊ ഞാൻ Replit ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഗുഡ് ടു ഫാസ്റ്റർ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കാനും ഫാസ്റ്റർ MVPs ഉണ്ടാക്കാനും വെരി ഗുഡ് ആണ്. അല്ലാതെ ഇൻ ഹൗസ് മറ്റേ ചേഞ്ചസിന് വേണ്ടി കർസർ ആൻഡ് കോഡ് റിവ്യൂ ചെയ്യാനും കർസറാണ് ക്ലോഡ്. കർസറിനകത്ത് ക്ലോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്ലോഡ് വെച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിനൊരു യൂസേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ യൂസേജ് ലിമിറ്റ് അനുസരിച്ചാണ് അത് ഇത് ചെയ്യുന്നത്. പക്ഷെ എനിക്കിപ്പം ഇവൻ പറഞ്ഞ അനുസരിച്ച് അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, മറ്റേ ക്ലോഡ് കോഡ് ആൻഡ് ക്ലൈൻ. സോ വേറെ അപ്പൊ ഇതാണ് ബേസിക്കലി ഇപ്പൊ എന്റെ ഒരു വർക്ക് ഫ്ലോ. അപ്പം മറ്റേ ക്ലോഡിന്റെ ആ പ്രൈസിംഗ് ഒക്കെ ചേഞ്ച് ചെയ്തപ്പം കർസറിന്റെ എനിക്കൊരു ഇച്ചിരി വലിയ ഒരു സസ്പീഷൻ പോലെയാണ്. ബിക്കോസ് വൈ ഡിഡ് ദാറ്റ് ദേ ഡു ദാറ്റ്, ലൈക്ക് വാട്ട് ഇസ് ദ നീഡ് ഫോർ ഇറ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ബിക്കോസ് സഡൻലി ഓട്ടോ മോഡിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കുറെ എല്ലാം ഫ്രീ ആണ്. അവര് പറയുന്ന അവരുടെ ഓട്ടോ ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്, ബിക്കോസ് ആ ടൂളിനൊക്കെ സ്വിച്ചിങ്. പക്ഷെ നമുക്ക് വേണ്ട ക്ലോഡ് ആണെങ്കിൽ യൂസേജ് സെറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും വേറെ മൂവീസ് എന്തെങ്കിലും കണ്ടായിരുന്നു? സൂപ്പർമാൻ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, സൂപ്പർ റിലീസ് ആയി ലാസ്റ്റ് വീക്ക്. കാണാൻ താല്പര്യമുണ്ടോ? ലാസ്റ്റ് കണ്ട സൂപ്പർ ഹീറോ മൂവി അവഞ്ചേഴ്സ് ആയിരുന്നു തോന്നുന്നു. അത് ശരിയാണ്. ഞാൻ മാർവൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ലൈക്ക് ഞാൻ അത്ര കൂടുതലിരുന്നിട്ടില്ല അന്ന്. ഞാൻ നല്ല ഫാനാണ്, കാണാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മാർവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അരുണോട് സൂപ്പർമാൻ DC ആണ്. ഓ അതാ ശരിയാ. അപ്പൊ എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇനി ഇവരുടെ അടുത്തൊന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. ദൈവം എന്നെ എല്ലാരും ഇട്ട് കൊല്ലുമായിരിക്കും മിക്കവാറും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു അതേ ഉള്ളായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ടെക്കിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ. അപ്പൊ ഇനി ഞങ്ങൾ കുറെ ഹോട്ട് ന്യൂസ് അല്ല, ഹോട്ട് കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഹോട്ടല്ല, ആ ഹോട്ട്. അപ്പം ഓക്കെ ഗൈസ്, താങ്ക് യു, ഹാവ് ഫൺ, ബൈ.